നമ്മൾ അറിഞ്ഞത് അല്ലെങ്കിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം മുറിയിലെത്തി. അതിനുശേഷം പിന്നീട് അദ്ദേഹം ആ മുറിയിൽ മരിച്ചു കിടക്കുന്നു. ഇതാണ് ഇപ്പോൾ വരുന്ന വിവരം. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉള്ളതായി നമ്മൾക്കറിയില്ല. എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് ഇനി ഒരു പക്ഷേ അതിൽ കൂടുതൽ പരിശോധനയൊക്കെ വേണ്ടി വരുമായിരിക്കും. ഈ സുഹൃത്തുക്കളും അതുപോലെ ഈ സിനിമയുടെ സഹപ്രവർത്തകരുമൊക്കെ ആ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നോ ഈ ഈ ഈ സമയത്തൊക്കെ? മനസ്സിലാക്കുന്നതനുസരിച്ച് കലാഭവൻ നവാസ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ്. അരമണിക്കൂർ മുമ്പ് നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ അരമണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തെ അവശനിലയിൽ കാണുകയും പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുഴഞ്ഞു വീണ നിലയിലായിരുന്നു എന്ന് ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റ് സാഹചര്യങ്ങളൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ഈ വൃന്ദാവൻ ഹോട്ടൽ ഇവരുടെ സിനിമാക്കാരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. എന്താണ് മരണകാരണം എന്ന് ഇനിയിപ്പോൾ സ്വാഭാവികമായും മെഡിക്കൽ പരിശോധനയിലൂടെ മനസ്സിലാകുകയുള്ളൂ. പ്രാഥമികമായി കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം സ്ഥിരീകരണത്തിലേക്ക് പോകുക. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണോ എന്ന് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ശേഷം മാത്രമാണ് അതിലൊരു സ്ഥിരീകരണം വരിക. പോലീസ് തരത്തിൽ ഉള്ള അന്വേഷണം ഇപ്പോൾ സമാന്തരമായി തന്നെ നടത്തുന്നുണ്ട്. നിലവിൽ മൃതദേഹം ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് കലാഭവൻ നവാസ് അങ്ങോട്ടേക്ക് എത്തുകയും വൃന്ദാവൻ ഹോട്ടൽ റൂം എടുക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് രാവിലെയും ഷൂട്ടിംഗ് ഉണ്ടായെന്ന് തോന്നുന്നു. അതിനുശേഷം മടങ്ങി റൂമിലെത്തി അവിടെ വിശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. സംഭവിച്ചതിന് പിന്നാലെ പോലീസ് അവിടെ എത്തി കുഴഞ്ഞു വീണ് കിടക്കുന്ന കലാഭവൻ നവാസിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൃതദേഹം അവിടെ ഇപ്പോൾ ടാറ്റ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സിനിമാ പ്രവർത്തകരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മലയാള സിനിമയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യുന്ന, അതായത് ഈ ജഗദീഷൊക്കെ ശേഷം വന്ന ഒരു ജനറേഷനിൽ നാദിർ ഷാ, കലാഭവൻ നവാസ് അവരുടെ ആ ഒരു സമയത്താണ് അദ്ദേഹം സജീവമായി വരുന്നത്. ദിലീപൊക്കെ വരുന്ന ഒരു സമയത്താണ് അദ്ദേഹം കൂടുതൽ സജീവമായി വരുന്നത്. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ നമുക്ക് മുൻപിലുണ്ട്. ഇപ്പൊ ജൂനിയർ മാൻഡ്രേക്ക് പോലെ, മൈ ഡിയർ കരടി പോലുള്ള സിനിമകൾ, മാട്ടുപ്പെട്ടി മച്ചാൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ട്. ആ സിനിമകളിലൊക്കെ വളരെ ശ്രദ്ധേയമായ കഥാപാത്രം. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ എത്ര സീനാണെങ്കിലും, ഒരു സീനാണെങ്കിൽ പോലും അദ്ദേഹം തന്റെ ക്യാരക്ടറിനെ രജിസ്റ്റർ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം. മൈ ഡിയർ കരടി പോലുള്ള സിനിമകളിലൊക്കെ വളരെ കുറച്ച് മാത്രമാണ് അദ്ദേഹം ഉള്ളത്. പക്ഷേ ആ കുറച്ച് സീനുകൾ പോലും ഇപ്പോഴും ആളുകൾ അത് ഓർത്തിരിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അത് റീലുകളൊക്കെയായി മാറുന്ന അത്തരം സീനുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. 2019 നാദിർ ഷാ സംവിധാനം ചെയ്ത മേരാ നാം ഷാജി എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും സിനിമാ മേഖലയിൽ സജീവമായി സ്റ്റേജ് ഷോകളൊക്കെ സജീവമായി വരുന്നതിനിടയിലാണ് ഈ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായൊരു പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.